അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫെല മൈ വേൾഡ്. ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോമ്പിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പി, മിനി ഇറാനി പോള അല്ലെങ്കിൽ മിനി ചിക്കൻ പോള എന്ന് പറയാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ടൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു പാന് വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 സവാള കുഞ്ഞതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിൽ അത്യാവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, സെയിം മെഷർമെൻറ്റിൽ തന്നെ 1 കപ്പ് പാല്, പിന്നെ 1 കപ്പ് ഓയിൽ, ഇതൊക്കെ ഒരു മിക്സി ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 2 എഗ്ഗും കൂടി ആഡ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് 1 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയൊരു പാൻ കേക്ക് മോഡലിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു ഒരു ലിഡ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു 2 to 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇത് റെഡിയാവും. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പം നമുക്ക് എടുത്ത് നോക്കി നോക്കാം. നമ്മുടെ മിനി ഇറാനി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നോമ്പിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലത്തെ റെസിപ്പീസും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.